ഹായ് ഹലോ. ഞാൻ ഉണ്ടല്ലോ ഇന്ന് വീണ്ടും ഒരു കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു വർഷത്തേക്കുള്ള ഐറ്റംസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, വാങ്ങേണ്ട കാര്യമൊന്നുമില്ലാന്ന്. പക്ഷെ ഞാൻ പിന്നെയും മേടിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര നല്ല പ്രൈസിലാണ് കിട്ടിയത്, അതുകൊണ്ട് മേടിച്ചതാ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് ഞാനൊരു ഷീറ്റ് മാസ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, മെഡിഹീലിന്റെ മെഡക്കാസോസൈഡ് ഷീറ്റ് മാസ്ക്. അത് ഇപ്പോഴും നമ്പർ 1 ആയിട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് കൊറിയയില്. എവറി സെക്കൻഡിൽ സെൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ ഞാൻ ഈ ഒരു ബോക്സാ വാങ്ങിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ 4 എണ്ണം ഉണ്ട്. എനിക്കിത് കിട്ടിയത് $4. അതായത് 4 എണ്ണം $4 കിട്ടി. ശരിക്കും ഒരു മാസ്ക്, അതായത് ഇതിന്റെ ഉള്ളിലുള്ള ഒരു മാസ്കിന് $4. അപ്പൊ അങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചു. അപ്പൊ എനിക്കത് തരക്കേടില്ലാത്ത പ്രൈസാന്ന് തോന്നിയതുകൊണ്ട് മേടിച്ചതാട്ടോ. പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിനും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് ഭയങ്കര ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നാ. അത് അവൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞത് ഭയങ്കര എന്താ പറയാ, കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു എന്ന്. അവൾക്ക് സൈഡ് എഫക്ട്സോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സെൻസിറ്റീവ് സ്കിന്നിനും പറ്റിയ സംഭവം തന്നെയാട്ടോ ഇത്. ഇതില് ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ നൈസിനമൈഡ് ആണ്. പക്ഷെ എങ്കിലും സെൻസിറ്റീവ് പ്രോൺ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കാണെങ്കിലും നൈസിനമൈഡ് യൂസ് ചെയ്ത് സ്കിൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യണോണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഞാൻ 2 എണ്ണം വാങ്ങിച്ചുട്ടാ. കുറച്ചും കൂടെ മേടിക്കേണ്ടതായിരുന്നു എന്ന് ആ സെയില് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി. പിന്നെ വേറൊരു സംഭവം മേടിച്ചത് മെഡിക്യൂബിന്റെ കൊളാജൻ മാസ്ക്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാരും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടാവാന്ന് എനിക്ക് തോന്നണേ. എന്നാലും കുഴപ്പമില്ല, എനിക്കിത് എഫക്റ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതൊരു, പെട്ടെന്ന് കണ്ടപ്പോഴല്ലോ ഞാൻ വിചാരിച്ചു ഇത് ഇതിലും കൊറിയനിലും മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എഴുതിയിട്ടുണ്ട്. 1 to 3 hours വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബയോഡാൻസ് എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡ് ഉണ്ട്. അതിന്റെ മാസ്ക് വെക്കണത് ഹോൾ നൈറ്റ്, ഓവർ നൈറ്റ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതായത് മാസ്ക് ഇട്ടിട്ട് കിടന്നുറങ്ങുക. പക്ഷെ ചരിയാനൊന്നും പറ്റില്ല, നേരെ ഇങ്ങനെ കിടന്നുറങ്ങിക്കൊള്ളണം. എന്നാൽ മാത്രമേ അത് ട്രാൻസ്പെറന്റ് ആവുള്ളൂ. അപ്പൊ ഇത് 1 to 3 hours when remove the mask sheets after about 1 to 3 hours when the sheet turns transparent. ഇപ്പൊ 1 to 3 hours അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് എപ്പോ ആവണോ അപ്പൊ എടുത്ത് മാറ്റുക. ഇതില് PDR പിങ്ക് കൊളാജൻ ജെൽ മാസ്ക്. ഇത് എന്താണെന്ന് മിക്കവർക്കും അറിയുന്നുണ്ടാവും. സാൽമന്റെ സ്പേം ആണ്. എനിക്കറിയണ്ടായിട്ടില്ല കേട്ടാ. ഞാൻ ഈ അടുത്താണ് അറിഞ്ഞതോ ഇതാണോ സംഭവം എന്ന്. പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് എല്ലാരും പറയണേ. സോ അബൌട്ട് ദിസ് ടു എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 4 എണ്ണം $20. പക്ഷെ അതും നല്ല പ്രൈസ് ആട്ടോ, കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഞാൻ വാങ്ങിച്ച വേറൊരു മാസ്ക്, അതായത് വേറൊരു ബ്രാൻഡ് ടോറിഡൻ. ഇത് മേടിക്കാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ചാ ഇത് ഭയങ്കര ഹൈഡ്രേഷൻ കിട്ടുന്ന ഒരു മാസ്ക് ആണെന്നാ പറയുന്നത്. സ്കിന്നിനെ ഭയങ്കര ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യുന്നു. ഇതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഇത് ഭയങ്കര നല്ല സംഭവമാണെന്നുള്ളത്. പിന്നെ ഇത് 5+1 6 എണ്ണായിരുന്നു. ഇത് എനിക്ക് $10 കിട്ടിയത്. അപ്പൊ ഇതും ഗുഡ് പ്രൈസ് ആയതുകൊണ്ട് മേടിച്ചതാ. ഇത് മേടിക്കാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ചാ ഞാൻ സെഫോറയിൽ പോയിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ മേടിക്കാൻ. എനിക്ക് ലിക്വിഡ് ഫൗണ്ടേഷനേക്കാളും കൂടുതൽ ഇഷ്ടം പൗഡർ ഫൗണ്ടേഷനാണ്. അപ്പൊ ഞാൻ അവിടെ പോയപ്പം അവരിങ്ങനെ ഒരു സംഭവം എന്റെ സ്കിന്നിൽ വെച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഫൈൻ ലൈൻസും റിങ്കിൾസും ഒന്നുമില്ല, പോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലീനും ആണ്, പക്ഷെ സ്കിന്ന് ഡീഹൈഡ്രേറ്റഡ് ആണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എന്റെ ഹൃദയം അങ്ങോട്ട് തകർന്നു. കാരണം ഇത്രയൊക്കെ വാരി തേച്ചിട്ടും ഇത്രയൊക്കെ കെയർ ചെയ്തിട്ടും ഡീഹൈഡ്രേറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനിയിപ്പോ എന്തുകൊണ്ടാവോ ചെയ്യണ്ടേ. പക്ഷെ ഞാൻ അന്ന് രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയതാ. അതായത് സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല, പല്ല് തേച്ച് മുഖം കഴുകിട്ട് അങ്ങോട്ട് പോവുക ചെയ്തത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എന്നാലും അവരതങ്ങനെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. അതുകൊണ്ട് മേടിച്ചതാണ് ഈ ഒരു സംഭവം. അപ്പം ഇത് എഫക്റ്റീവ് ആണെന്ന് അറിയാം എനിക്ക്. പിന്നെ ഇതിന്റെ പ്രൈസും നല്ലത് തന്നെയായിരുന്നു കേട്ടോ, അതുകൊണ്ട് മേടിച്ചതാ. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും പ്രൈസ് ചെലവാക്കിയിട്ട് ഇപ്പൊ എന്തായാലും മേടിക്കാൻ നിൽക്കില്ലായിരുന്നു, കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അത് മേടിച്ചു. പിന്നെ അത് തന്നെ ആ സെയിം ബ്രാൻഡിന്റെ തന്നെ സീറം. ഇതിനെന്തൊട്ട് പേര്
അയ്യോ മറന്നുപോയി. ഡൈവിൻ സീറം, ടോറിഡൻ ഡൈവിൻ സീറം 30 ml ആണ്. ഇതിൻ്റെ അകത്ത് 30 ml കുപ്പിയും ഉണ്ട്, 30 ml റീഫിൽ ഉണ്ട്, പിന്നെ ഒരു മോയ്സ്ചറൈസറും ഉണ്ട്, പിന്നെ എന്നിട്ടോ വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്തോ ഒരു ക്രീം എന്ന് എഴുതിയിരിക്കുന്നു കേട്ടോ. ഓ ഇത് സ്കിൻ ബൂസ്റ്റർ ആണ്. ദിസ് ഇസ് സ്കിൻ ബൂസ്റ്റർ ആൻഡ് ദിസ് ഇസ് സം കൈൻഡ് ഓഫ് ക്രീം. ഇതില് ഭയങ്കര കുഞ്ഞക്ഷരത്തിൽ എഴുതിയിരിക്കണം, അതുകൊണ്ട് എനിക്ക് കാണുന്നില്ല. സോ ഇതും വാങ്ങിച്ചു. നമ്മുടെ സ്കിന്ന് ഡീഹൈഡ്രേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, അതുകൊണ്ട് മേടിച്ചു കേട്ടോ. പക്ഷെ ഇനി ഞാൻ എന്നോട് തന്നെ പ്രോമിസ് ചെയ്തിരിക്കുന്നത്, ഇനി ഞാനൊരു സാധനം മേടിക്കില്ല, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ, ഈ കൊല്ലത്തേക്കുള്ളതായിട്ടുണ്ട്. പിന്നെ മെഡിഹീലിന്റെ കൊളാജൻ ഇതില്ലേ ആൻഡ്രൈ പാച്ച്, അതാണ് കേട്ടോ അത്. മെഡിഹിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ സി കൊറിയനിലാണ് എഴുതിയിരിക്കണം എല്ലാം. ഇതിന്റെ ഇംഗ്ലീഷ് എവിടെയാണോ? മെഡിഹിൽ വൈറ്റമിൻ സി കൊളാജൻ ക്യാപ്സൂൾ പാച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതും മേടിക്കാൻ എന്താ സംഭവം അറിയോ? ചില സമയത്ത് എനിക്ക് രാവിലെ ഷിഫ്റ്റ് ഉള്ളപ്പം എണീറ്റിട്ടുണ്ടെങ്കിലോ കണ്ണിങ്ങനെ ബൾബ് പോലെ ഇരിക്കും. ഈ ഭാഗവും ഇതൊക്കെ, ഈ പോളയുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ബൾബ് പോലെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി പരീക്ഷിച്ച് നോക്കിയതാട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സംഭവം മേടിക്കുന്നത്. ഇതുവരെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ഷീറ്റ് മാസ്കുകളും എല്ലാ സംഭവങ്ങളും നമ്മൾ വേറെ വേറെ ബ്രാൻഡിന്റെ ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഐ പാച്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഐ പാച്ച് മാത്രമായിട്ടല്ല, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇവിടെയോ നമ്മുടെ ഈ വായുടെ ഈ സൈഡില് ഇവിടെ വെക്കണമെങ്കിലാവാം, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൈ കൊണ്ട് എടുക്കരുത്. ഇതിന്റെ കൂടെ ഒരു സ്പാച്ചില തന്നിട്ടുണ്ട്, ഒരു കുഞ്ഞിത്. സ്പാച്ചിലല്ല, പിക്കർന്ന് എന്തോന്നാണ് അതിന്റെ പേര് പറയാ, അയ്യോ മറന്നുപോയി. ഇങ്ങനെ എടുക്കണ ഒരു സംഭവം. അപ്പൊ അത് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് മാത്രമേ എടുക്കാവൂ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 1.5 മാസത്തിനുള്ളിൽ അറിയാം. പക്ഷെ ഇത് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് എനിക്ക് അറിയാം കേട്ടോ. ഫുഡും നല്ലതായിരിക്കണം. അതായത് ജങ്ക് ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കി നമ്മുടെ നോർമൽ ഭക്ഷണം കഴിച്ചാൽ തന്നെ ഏറ്റവും ബെസ്റ്റാ. നമ്മുടെ കേരള രീതിയിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് എന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു കേട്ടോ. കൂടുതലും പച്ചക്കറികളായിരുന്നു. പക്ഷെ അതിന്റെ ഗുണം എനിക്ക് കാണാനുണ്ടെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയില്ല, വെറുതെ പറഞ്ഞാട്ടോ. അപ്പോ ഫുഡും ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ സ്കിൻ കെയറും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ സ്കിന്നും നല്ലതായിരിക്കും കേട്ടോ. എന്ന് കരുതി കുരുള്ള സ്കിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റേഡ് ആയിട്ടുള്ള സ്കിന്നോ ഒന്നും പൊട്ടയാന്നല്ല. അതൊക്കെ ഓരോരുത്തരുടെ കോൺഫിഡൻസ് ലെവലാ. ഒത്തിരി പേരുണ്ട് ടെക്സ്റ്റേഡ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിലും പിമ്പിൾസ് ഉള്ള സ്കിന്നിലാണെന്നുണ്ടെങ്കിലും ആ കോൺഫിഡൻസ് ആ മുഖത്ത് കാണുന്നുണ്ടെങ്കിൽ അതോ ആ ഒരു സംഭവങ്ങളൊന്നും ഒന്നുമല്ല കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് എന്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗി, അല്ല എനിക്കിഷ്ടം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ പിന്നെയും മേടിച്ചത്. ഓ ഇല്ല, ഒരു സാധനം കൂടി ഉണ്ട്. ഇത് ഞാൻ കുറെ നാളായിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഷോപ്പേഴ്സിൽ കാണാറുണ്ട് കേട്ടോ. ഇതല്ല, ലിപ്പ് ഓയിൽ. അപ്പൊ അതിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇതെന്തായാലും മേടിക്കല്ല, അപ്പൊ ഇതും കൂടെ ഒന്ന് മേടിച്ചു നോക്കാന്ന് കരുതി. പക്ഷെ ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ബ്രാൻഡ് APU എന്നാണോ APU എന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഇതിന്റെ ലിപ്പ് ഓയിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഹണി ആൻഡ് മിൽക്ക്. ഇത് കളറൊന്നുമില്ല കേട്ടോ, ട്രാൻസ്പാരന്റ് ആണ്. $5 ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 9 പോയിന്റ് സംതിങ് ആണ് ഇതിന്റെ നോർമൽ പ്രൈസ്. പക്ഷെ സെയിലിനായതുകൊണ്ട് $5 കിട്ടി. ഇതെല്ലാം ഞാൻ റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ 5000 മുകളിലാണ് റിവ്യൂ ഉള്ളത്. അപ്പോ ഇത് ഞാൻ മേടിച്ചു. ഇത്രേ ഉള്ളൂ, ഇത്ര ഐറ്റംസ്. അപ്പൊ ഈ ഒരു കൊല്ലം ഇനി ഞാൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് വരൂല കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താല്പര്യമുള്ളൊരു ഒലിവ് ആൻഡ് യങ്ങിൽ കയറി നോക്കുക. ഇവിടെ കാനഡയിലുള്ളൊരു, കാനഡയിൽ ഒലിവ് ആൻഡ് യങ് ഉണ്ട്, സ്റ്റൈൽ വാന ഉണ്ട്, പിന്നെ യെസ് സ്റ്റൈൽ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഉണ്ട് കേട്ടോ 2-3 കൂടി ഉണ്ട്. പക്ഷെ അത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇത് 3 ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ളത് കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവരുടെ എല്ലാവരുടെയും ജാപ്പനീസ് പ്രൊഡക്റ്റും ഉണ്ട് കേട്ടോ. ജാപ്പനീസ് പ്രൊഡക്റ്റിന്റെ ലിപ് ബാം ആണ്, ഐ മീൻ ജാപ്പനീസ് ബ്രാൻഡ്. അതേതാ ഞാൻ ഓർക്കണല്ലോ, റോത്തോ അങ്ങനെ എന്തോ പേര്. അതിന്റെ ലിപ് ബാം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, ഈ ടോറിഡൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ബ്രാൻഡിന്റെ ലിപ് ബാം ആണ് ഞാൻ വിന്റർ ഫുള്ള് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് മുമ്പത്തെ വിന്ററിൽ ഞാൻ നമ്മുടെ നിവിയ യൂസ് ചെയ്തിരുന്നത്.
ഒരു ഗുണവും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. പക്ഷെ ടോറിഡന്റ് യൂസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം പോലും എന്റെ സ്കിൻ ഡ്രൈ ആയി പോയിട്ടില്ല ലാസ്റ്റ് വിന്ററിൽ. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ജാപ്പനീസ് വണ്ണിലും ഒട്ടും ഒരു പ്രശ്നവും കേട്ടോ. ഭയങ്കര ഒരു മിന്റി ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ തേച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് ഒരു ടിങ്ക്ലിംഗ് സെൻസേഷൻ ഉണ്ടാവും. പക്ഷെ അത് നല്ല രസമാണ്. ഭയങ്കര മിന്റി ഫ്ലേവർ അതിന്. ഭയങ്കര ഭയങ്കര ഇങ്ങനെ കുത്തണമെന്നല്ല, പക്ഷെ ചെറിയൊരു ഫ്ലേവർ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അത്രേ ഉള്ളൂ കേട്ടാ. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. God bless you.